ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗ്ലോബൽ വിപാസന പഗോഡ എന്ന ബുദ്ധമത ധ്യാന കേന്ദ്രത്തിൻ്റെ മുൻപിലാണ്. സ്വർണ്ണ നിറത്തിലും ചുവപ്പ് നിറത്തിലുമായി മുംബൈ നഗരത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഗൊരായ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ വിപാസന പഗോഡ ഗൊരായ് ഉൾക്കടലിനും അറബിക്കടലിനുമിടയിൽ ഒരു ചെറിയ ഉപദ്വീപിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. പൂർണ്ണമായും സ്വമേധയാ ഉള്ള സംഭാവനകളിലൂടെ നിർമ്മിച്ചതാണ് ഗ്ലോബൽ വിപാസന പഗോഡ. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ വിപാസനയെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടുക, ഗൗതമ ബുദ്ധനെയും അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകളെയും കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുക എന്നൊക്കെയുള്ളതാണ്. ഇനി നമ്മൾക്ക് അകത്തേക്ക് കയറാം. ഇതിനകത്തേക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ്. മഹാരാഷ്ട്രയിലെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള സന്ദർശകരാണ് ഇവിടെ മുഖ്യമായും എത്തുന്നത്. പ്രവേശന കവാടത്തിൽ നിന്നും സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ നമ്മൾക്ക് ആദ്യം കാണുന്നത് ഇടതും വലതു ഭാഗത്തുമായുള്ള 2 മണ്ഡപങ്ങളാണ്. വിപാസന സമ്പ്രദായം സംരക്ഷിച്ചതിന് മ്യാൻമാർ രാജ്യത്തോടുള്ള നന്ദിയുടെ പ്രകടനമാണ് ഇതിൻ്റെ പരമ്പരാഗത ബർമീസ് ഡിസൈൻ. പഗോഡയുടെ ആകൃതി മ്യാൻമാറിലെ യാങ്കോണിലുള്ള ഷൊതഗോൺ പഗോഡയുടെ തനിപ്പകർപ്പാണ്. പുരാതന ഇന്ത്യൻ സാങ്കേതിക വിദ്യയും ആധുനിക സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ചാണ് ഇത് 1000 വർഷത്തോളം നിലനിൽക്കാൻ പ്രാപ്തമാക്കിയത്. ഗ്ലോബൽ വിപാസന പഗോഡയുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ആസൂത്രണം 1997 ആരംഭിച്ചതാണ്. 2000 കെട്ടിടം പണി തുടങ്ങിയത്. 2008 നവംബർ 21 മൂന്നാമത്തെ താഴികക്കുടം നിർമ്മാണം പൂർത്തിയാക്കി. 2009 ഫെബ്രുവരി 8 അന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ശ്രീമതി പ്രതിഭ പാട്ടീലാണ് പഗോഡ ഉദ്ഘാടനം ചെയ്തത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ ബട്ടിപ്രോലയിലെ സ്തൂപത്തിൽ നിന്നുള്ള ഗൗതമ ബുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ 2006 ഒക്ടോബർ 29 ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. മഹാബോധി സൊസൈറ്റി ഓഫ് ഇന്ത്യ, ശ്രീലങ്കൻ പ്രസിഡന്റ് തുടങ്ങിയവരുടെ സംഭാവനയായിരുന്നു ഇത്. ഗ്ലോബൽ വിപാസന പഗോഡയുടെ മധ്യഭാഗത്ത് തൂണുകളില്ലാതെ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ശിലാ താഴികക്കുടം അടങ്ങിയിരിക്കുന്നു. താഴികക്കുടത്തിൻ്റെ ഉയരം ഏകദേശം 29 മീറ്ററാണ്. അതേസമയം കെട്ടിടത്തിൻ്റെ ഉയരം 99.6 മീറ്ററാണ്. ഇത് മുമ്പ് ലോകത്തിലെ ഏറ്റവും വലിയ പൊള്ളയായ ശിലാസ്മാരകമായ ഇന്ത്യയിലെ ബീജാപൂരിലെ ഗോൾ ഗുംബസ് ഡോമിൻ്റെ ഇരട്ടിയോളം വലിപ്പം ഉള്ളതാണ്. പഗോഡയുടെ ഉൾഭാഗം പൊള്ളയാണ്. 62,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഒരു വലിയ ധ്യാന ഹാളായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. SN ഗോയങ്ക പഠിപ്പിച്ചതും ഇപ്പോൾ 100-ലധികം രാജ്യങ്ങളിൽ പരിശീലിക്കുന്നതുമായ വിഭാഗതിയില്ലാത്ത വിപാസന ധ്യാനം പരിശീലിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന 8,000-ലധികം ആളുകൾക്ക് വലിയ അകത്തെ ഡോമിരിപ്പിടങ്ങൾ. ഗ്ലോബൽ വിപാസന പഗോഡ സമുച്ചയം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിർമ്മാണമാണ്. ഗൗതമ ബുദ്ധൻ്റെ ചരിത്രപരമായ ജീവിതവും മതേതര പഠിപ്പിക്കലുകളും ഒരു മ്യൂസിയമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഗ്ലോബൽ വിപാസന പഗോഡയുടെ വിദ്യാഭ്യാസ പ്രദർശനങ്ങൾ യഥാർത്ഥ സന്തോഷത്തിലേക്കുള്ള പാതയായി വിപാസനയുടെ സാർവത്രിക പരിശീലനത്തെക്കുറിച്ചുള്ള ബുദ്ധൻ്റെ പഠിപ്പിക്കൽ ആശയവിനിമയം നടത്തുന്നു. അവശിഷ്ടങ്ങളടങ്ങിയ പഗോഡ കൂറ്റൻ പഗോഡ താഴികക്കുടത്തിൻ്റെ സ്തംഭമില്ലാത്ത ഘടനയിൽ 8,000 വിപാസന ധ്യാനക്കാർക്ക് ഇരിക്കാവുന്ന ഒരു ധ്യാന ഹാളാണ് ഉൾക്കൊള്ളുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന ഹാൾ. വിപാസന ധ്യാന കേന്ദ്രം ധമ്മപട്ടണ ബുദ്ധൻ്റെ ചരിത്രപരമായ ജീവിതം ചിത്രീകരിക്കുന്ന മ്യൂസിയം കൂടിയാണ്. വടക്കും തെക്ക് പടിഞ്ഞാറും വശത്തായി 2 ചെറിയ പഗോഡകൾ, ലൈബ്രറിയും പഠനമുറിയും, താഴികക്കുടത്തിന് ചുറ്റുമുള്ള പ്രദക്ഷിണപാത, അഡ്മിനിസ്ട്രേഷൻ കെട്ടിടം, ഭൂഗർഭ പാർക്ക്, വിപാസന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഓഫീസും, പാലി പഠന പരിപാടിക്കുള്ള സൗകര്യവും, വിപാസന ധ്യാനിക്കുന്നവർക്കുള്ള ധർമാലയ ഗസ്റ്റ് ഹൗസ്. ദക്ഷിണ പഗോഡയിൽ 108 ധ്യാന സെല്ലുകൾ അടങ്ങിയിരിക്കുന്നു. താഴികക്കുടത്തിൻ്റെ അടിസ്ഥാനം ബസാൾട്ടാണ്. അതേസമയം താഴികക്കുടം രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന മണൽക്കല്ലിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. മണൽക്കല്ലിൻ്റെ വ്യക്തിഗത ബ്ലോക്കുകൾ ഓരോന്നിനും 600-700 കിലോഗ്രാം ഭാരമുള്ളവയാണ്. ഇഷ്ടികകളുടെ തനതായ രൂപകൽപ്പന കാരണം അവ സൂക്ഷിക്കുന്നു. ഓരോ ഇഷ്ടികയും അതിനോട് ചേർന്നുള്ളവയുമായി ഇണചേർന്ന് അവശേഷിക്കുന്ന വിടവുകൾ നികത്താൻ നാരങ്ങ മോൾട്ടാർ ഉപയോഗിക്കുന്നു. പ്രദക്ഷിണപാത മാർബിളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പഗോഡയുടെ പിനക്കിൽ ഒരു വലിയ ക്രിസ്റ്റൽ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ശിഖരം യഥാർത്ഥ സ്വർണം കൊണ്ട് പൊതിഞ്ഞതാണ്. ബാക്കി പഗോഡ സ്വർണ്ണ പെയിന്റ് കൊണ്ട് പൊതിഞ്ഞതുമാണ്.
ബർമീസ് സംഭാവന ചെയ്ത ഒരു പ്രത്യേക അലങ്കാര കുടയാണ് ശിഖരത്തിന് മുകളിൽ നൽകിയിരിക്കുന്നത്. പഗോഡയുടെ പ്രധാന വാതിലുകൾ ബർമയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നമ്മൾ മുകളിലേക്ക് സ്റ്റെയറുകൾ കയറി മുകളിലേക്ക് എത്തുമ്പോൾ കാണുന്ന മുൻഭാഗമാണ് പഗോഡയുടെ. ഇവിടെ ഗൗതമ ബുദ്ധൻ്റെ ആശയങ്ങളോടുകൂടി ചേർന്നുള്ള ചില സൂക്തങ്ങളൊക്കെ നമ്മൾ ചുമരുകളിൽ പല ഭാഷകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ഗോൾഡൻ കളറിൽ നമ്മളുടെ മുകളിലുള്ള സീലിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഗോൾഡൻ കളറിലാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചുവരുകൾ ചുവപ്പ് കളറിലും ഗോൾഡൻ കളറിലുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾക്ക് ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് നമ്മളുടെ പാദരക്ഷകളൊക്കെ ഊരി വെച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക്, ഇതാണ് നമ്മളുടെ അകം ധ്യാന ഹാള്, മെയിനായിട്ടുള്ള ധ്യാന ഹാള് ഇതാണ്, ഇതിനകത്തേക്ക് കിടക്കാനായിട്ട്. ഇപ്പം നിലവിൽ ഇവിടെ ധ്യാന ഹാളിൻ്റെ അവിടെ ഏതോ ഒരു ഭാഗത്തായിട്ട് ചെറിയ വർക്കുകളൊക്കെ മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ അവർ കെട്ടി മറച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മളുടെ ഈ പഗോഡയുടെ ഉൾവശത്തുള്ള ധ്യാന ഹാള്. ധ്യാന ഹാളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് വിശാലമായിട്ടുള്ള ഒരു നടുമുറ്റമാണ്. മുറ്റത്തേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു ചെറിയൊരു പഗോഡ സ്തൂപം നമുക്ക് കാണാൻ കഴിയും. അതിനപ്പുറത്തേക്ക് നമുക്ക് അകലെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഭഗവാൻ ശ്രീബുദ്ധൻ്റെ കഥകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭഗവാന്മാരുടെ ചേർന്നുള്ള ചില ചെറു മണ്ഡപങ്ങളാണ്. ഏകദേശം 5 മണ്ഡപങ്ങൾ അവിടെ നമുക്ക് മുകളിലായിട്ട് കാണാൻ കഴിയും. അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പൂന്തോട്ടമാണ്. നമ്മൾ പുറത്തേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വിശാലമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് പോലെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇടതുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പൂന്തോട്ടമാണ്. പൂന്തോട്ടമൊക്കെ നല്ല വൃത്തിയും വെടുപ്പുമായിട്ട് നമുക്ക് അവരത് സംരക്ഷിച്ച് പോരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ നമ്മൾ ഈ പൂന്തോട്ടം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ വരുന്ന സഞ്ചാരികളായിട്ടുള്ള കുട്ടികൾ അവർക്കൊക്കെ ഒരു കളിക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു പൂന്തോട്ടമാണ്. ഇവിടെ വന്നിരിക്കുക വൈകുന്നേരങ്ങളിൽ. അതോടൊപ്പം തന്നെ ഈ കാണുന്ന ഇത് ചക്രം അത് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അശോക ചക്രം. പിന്നെ ഇവിടെ നിന്ന് ഈ പൂന്തോട്ടത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പഗോഡയുടെ ഒരു നല്ലൊരു കാഴ്ച നമുക്ക് കിട്ടും, മുകളിലെ മകുടം എല്ലാം. പിന്നെ നമ്മൾ ഈ പൂന്തോട്ടത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ കുറച്ചങ്ങ് നടക്കുമ്പോൾ നമുക്ക് ഇടതുവശത്തായിട്ട് ഒരു 5 കൽമണ്ഡപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദേവതമാരുടെ ഭഗവാൻ ശ്രീബുദ്ധൻ്റെ കഥകളുമായിട്ട് ബന്ധമുള്ള ദേവതമാരുടെ 5 കൽമണ്ഡപങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും. അതും നല്ല വെള്ളച്ചാട്ടം, അതായത് ഫൗണ്ടനൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് എല്ലാം പരിപാലിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി നടക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വീണ്ടും വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് കുടുംബമായിട്ടും അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്നിരുന്ന് ഒരു സമയം ചിലവഴിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. പഗോഡയ്ക്ക് അകത്തുള്ള ഒരു മാപ്പ് കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് സഞ്ചാരികൾക്ക് വരുന്നവർക്ക് അതിനെക്കുറിച്ച് പഗോഡയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എവിടെയാണ്, ഇത് വലിയൊരു കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഈ പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു സഹായകരം കൂടിയാണ് എഴുതി വച്ചിരിക്കുന്നതൊക്കെ എല്ലാ മാപ്പുകളൊക്കെ. പിന്നെ നമുക്കിപ്പോൾ കുറച്ചും കൂടി അകത്തേക്ക് പോകുമ്പോൾ ഇതിവിടെ നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ വൈകുന്നേരം വന്ന് വിശ്രമിക്കാനും അതോടൊപ്പം തന്നെ ദേവതമാരുടെ ഒരു ഫൗണ്ടേഷനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല വൃത്തിയായിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതിന്നും അതിനെ പരിപാലിച്ചു പോരുന്നു. അകത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നല്ല വെയിൽ, നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട്, നല്ല വെയിൽ. കാരണം ഇതിലൂടെ നമ്മൾക്ക് ഈ പ്രദേശം മുഴുവനും, അതായത് നമുക്ക് ഒരു തണലോ അങ്ങനെയൊന്നുമില്ല, നല്ല വെയിലും നട്ടുച്ചയ്ക്കുള്ള സൂര്യൻ്റെ മുഴുവൻ വെയിലും നമുക്കിങ്ങനെ ചുട്ട് പഴുത്ത് കിടക്കാം. ഇവിടെയൊക്കെ നമുക്ക് വരാവുന്നത് ഒന്നുകിൽ നമ്മളൊരു കാലത്ത് ഒരു 11 മണിക്കുള്ളിൽ വരണം, അല്ലെങ്കിൽ ഒരു 3 മണി, വൈകുന്നേരം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് കുടുംബമൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ആയിട്ടോ വന്നിരിക്കാവുന്ന ഒരു സ്ഥലമാണ്.
അപ്പോൾ നമുക്ക് അത്രയധികം ചൂടൊന്നും തോന്നില്ല. അല്ലാതെ നമ്മൾ 12 മണി ഉച്ച സമയത്തൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ചുട്ടു പഴുത്ത് കിടക്കായിരിക്കും. കാരണം ഇതൊക്കെ മാർബിളും ടൈൽസും ഒക്കെ വിരിച്ച പ്രദേശമാണ്. കാരണം ഇത് മഴ കാലത്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഒഴുകി പോകാനും പിന്നെ ഇത് വൃത്തിയോടുകൂടി സൂക്ഷിക്കാനും ഒക്കെ ഇതിനെ സഹായിക്കുന്നുണ്ട്. നമ്മൾ പുറത്തേക്ക് കിടക്കുമ്പോൾ പുറത്തേക്ക് കിടക്കുന്ന വഴിയാണിത്. നമ്മുടെ സൈഡിൽ ചുവരുകളിൽ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കഥകളിലെ ഒരുപാട് സൂക്തങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ സ്വർണ്ണലിപികളാൽ എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അതാണ് കൊരായ് കടലിടുക്ക്. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് നമുക്ക് ഇവിടെ കാണുകയാണെങ്കിൽ അതൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് കൂടിയാണ്. നമുക്ക് ഇവിടെ നിന്ന് കൊരായ് കടലിടുക്ക് കാണാം. അപ്പോൾ ഈ കാണുന്നത് ഇവിടുന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആദ്യം 2 ആനകൾ, കുഞ്ഞു ആനകളുടെ ഒരു ശില്പം ആണ് നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോഴുള്ളൊരു കാഴ്ച. ഇത് താഴത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴിയാണ്. ഇവിടെ നിന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഏതോ ബർമയിലോ അവിടെയൊക്കെ ഏതോ ഒരു ചൈനീസ് അമ്പലങ്ങളുടെയൊക്കെ ആകൃതിയുള്ള ഇത് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. ഇവിടുന്ന് നമ്മളിപ്പോൾ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ ഇവിടുന്ന് ഉള്ള ഒരു വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ കാണാൻ നല്ല ഭംഗിയാണ്. പുറമെ നമ്മൾ നോക്കുമ്പോൾ നമ്മളേതെങ്കിലും എന്താ പറയുക ബർമയിലൊക്കെയുള്ള അതല്ലെങ്കിൽ ചൈനീസ് വാസ്തു അതുപോലെയൊക്കെയുള്ള അമ്പലങ്ങളൊക്കെ നമുക്ക് കാണുന്ന പോലെ വളരെയധികം ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ സ്വർണ്ണ നിറവും അതോടൊപ്പം തന്നെ ചുവപ്പ് കളറിൽ സ്വർണ്ണ നിറമൊക്കെ പൂശിയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. അതോടൊപ്പം നമ്മൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് ഇവിടെയും ഒരു ഗാർഡൻ ഏരിയ ആണ്. ഇവിടെ ഈ ഗാർഡനോട് ചേർന്ന് തന്നെ ഭഗവാൻ ശ്രീ ബുദ്ധൻ്റെ വലിയൊരു സ്തൂപമുണ്ട്. ഇപ്പോൾ വരുന്ന ആളുകളൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യം ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല വൃത്തിയായിട്ട് പരിപാലിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഈ ഗൗതമ ബുദ്ധൻ്റെ സ്റ്റാച്യുവിൻ്റെ പുറകിലാണ് നമ്മൾ ഇതിനുള്ള ക്യാൻറ്റീനും ഒക്കെ നമുക്ക് ഇവിടെ വരുന്ന യാത്രക്കാർ, അതായത് നമ്മൾ ഇതൊക്കെ കാണാൻ വരുന്ന അന്യനാടുകളിൽ നിന്ന് വരുന്നവർക്ക് താമസിക്കുന്നവർക്കും ഒക്കെ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള ക്യാൻറ്റീനും ഇത് ക്യാൻറ്റീനാണ്. പക്ഷേ വെജിറ്റബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഏകദേശം 1000-ലധികം ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന സൗകര്യങ്ങളുണ്ട്. കാലത്ത് ഒരു 10 മണി മുതൽ വൈകുന്നേരം 6 മണി മുതൽ ഇവിടെ ഭക്ഷണ സൗകര്യവും ഒക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ക്യാൻറ്റീനാണിത്, വളരെ വിശാലമായിട്ടുള്ളൊരു ക്യാൻറ്റീൻ. ഇതൊക്കെയാണ് പഗോഡയിലെ കാഴ്ചകൾ.